സോ ഞാൻ ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് എക്സാമിനേഷനിൽ 77 മാർക്സ് സ്കോർ ചെയ്തു. ലക്ഷ്യത്തെ ടോപ്പറാണ്. സോ അങ്ങനെ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഒരു ഫിയർ ഫാക്ടറായിട്ട് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി ACCA സ്റ്റുഡൻസ് ഫിയർ ഫാക്ടറായിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റാണ് ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് തിയറി. ഇതിലും ഒരു 98% ഐ കുഡ് സേ ഇറ്റ്സ് തിയറിയാണ്. വളരെ ചെറുതായിട്ടൊരു പോർഷനിൽ മാത്രമേ ജസ്റ്റ് ലൈക്ക് ആ ടോപ്പിക് മാത്രമേ ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് വരുന്നുള്ളൂ. അപ്പോൾ അത് കുറേ പേർക്ക് ഇൻക്ലൂഡിങ് മീ തിയറി മാത്രം പഠിക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് റൈറ്റ്. സോ അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടീസ് ഇനീഷ്യലി എനിക്ക് ഉണ്ടായിരുന്നു. മെയിൻലി ദ തിങ് ആ ഒരു മിത്ത് ഉണ്ട് നമ്മളെ ഡെയിലി ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് എക്സാമിനേഷനിൽ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ടഫാണ്, ഇറ്റ്സ് പാസ് പെർസെൻറ്റേജ് കുറവാണ്. സോ അതൊക്കെ കേട്ടിട്ട് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ലൈക്ക് ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഡേ സ്റ്റിൽ റിമെമ്പർ ഐ വാസ് ആസ്കിങ് ദ ടീച്ചർ ഫുൾ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. മാം ഇത് ഹാർഡല്ലേ, പാസ്സാവാൻ ബുദ്ധിമുട്ടല്ലേ. ബട്ട് ഫ്രം ദി ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഷി വാസ് ലൈക്ക് ആ ഒരു കോൺഫിഡൻറ്റോടെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, ആ ഒരു തറപ്പിച്ചിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ തിങ്ക് അന്നത്തോടെ എനിക്ക് ആ ഒരു മിത്തിൻ്റെ അടുത്ത് ഒഴിവായി പോയി. അത് ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ്, ലൈക്ക് ഇഫ് യു സ്റ്റഡി, ഇഫ് യു ഡു ദി ഹാർഡ് വർക്ക് ആൻഡ് പുട്ട് എഫേർട്സ് ഇൻ ടു ഇറ്റ്, ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ഇറ്റ് എന്നുള്ള ആ ഒരു സെറ്റായി എനിക്ക് പിന്നെ അന്ന് മുതൽ. ആൻഡ് ഡെയിലി ഇതേപോലെ ലൈക്ക് ഫാക്കൽറ്റി ഷീ യൂസ് ടു ടെൽ മീ അബൌട്ട് ഞാൻ സ്റ്റിൽ ഐ യൂസ് ടു ബി ലൈക്ക് എ ബിറ്റ് കൺഫ്യൂസിങ് ഇൻ ദ ബിറ്റ്വീൻ ബട്ട് സ്റ്റിൽ ഷീ യൂസ് ടു സേ ദീസ് ആർ ദ പേപ്പേഴ്സ്, ലൈക്ക് ഇങ്ങനെ തന്നെ നമ്മൾ ഓരോ പേപ്പേഴ്സും ഓരോ സ്റ്റെപ്സും കടക്കണം എന്നാലും വിൽ ബി സക്സസ്ഫുൾ. സോ ഐ തിങ്ക് ഡബിൾ എന്നുള്ള പേപ്പർ വാസ് ലൈക്ക് എ ഗുഡ് ജേർണി ഫോർ മീ. ഇറ്റ്സ് തിങ്സ് ആർ ഇൻട്രസ്റ്റിംഗ് ഇൻ ദിസ് സബ്ജക്ട്. സോ തിയറി എന്നുള്ള ഒരു ഫിയർ ഫാക്ടർ ഐ നീഡ് ടു ടെൽ എവരി വൺ ലൈക്ക് തിയറി ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ കോൺസെപ്റ്റ്സ് ആർ റിയലി ഇൻട്രസ്റ്റിംഗ്. സോ അത് മനസ്സിലാക്കി എടുത്താലും മതി. പിന്നെ അതിൻ്റെ കൂടെ യു നീഡ് ടു പുട്ട് എഫേർട്സ്, യു നീഡ് ടു പ്രാക്ടീസ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. സോ അതൊക്കെ കൂടി കൺസിഡർ ചെയ്ത് ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്തപ്പോൾ തന്നെ ആൻഡ് ACCA എന്നുള്ള പ്രൊഫഷണൽ കോഴ്സ് എല്ലാവരും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ക്രാക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്നൊക്കെ പറഞ്ഞ കോഴ്സ് ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു. എക്സെപ്റ്റ് മൈ പാരൻസ്, ദേ വർ ലൈക്ക് നിൻ്റെ കംഫർട്ട് എന്താ അത് ചെയ്തോ പറഞ്ഞു. എല്ലാവരും ഓഫ്ലൈനിൽ അത്ര എഫക്റ്റീവ് ആവില്ല ക്ലാസ്സസ്, നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ബിക്കോസ് ഓൺലൈൻ അല്ലേ, നമുക്ക് അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു. ബട്ട് ഡ്യൂ ടു മൈ സർക്കംസ്റ്റാൻസസ് ഐ ചൂസ് ഓൺലൈൻ. പിന്നെ ക്ലാസ്സസ് തുടങ്ങിയപ്പോൾ എന്താ പറയുക, ജെന്യുവൻലി സെയിങ് എനിക്ക് എൻ്റെ റൂം ഒരു നല്ലൊരു ക്ലാസ് റൂം ആക്കി, നല്ലൊരു സ്റ്റഡി എൻവയൺമെൻറ്റ് ആക്കിയത് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇറ്റ്സ് മൈ ഫാക്കൽറ്റീസ്. അവരുടെ നോട്ട് ഓൺലി ജസ്റ്റ് കംപ്ലീറ്റിംഗ് സിലബസ് ഓർ ഇങ്ങനെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മളായിട്ടുള്ള ഫ്രണ്ട്ലി, നമ്മളൊരു മെൻറ്റൽ സപ്പോർട്ട് നമുക്ക് അവർ നന്നായിട്ട് തരുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് സംതിങ് റിയലി മെയ്ഡ് മൈ സ്റ്റഡിങ് കരിയർ വെരി ഗുഡ്. ലൈക്ക് ടിൽ നൗ എനിക്ക് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സോ അവരെപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. മോർ ദൻ സ്റ്റഡീസ് ആണെങ്കിലും നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് എപ്പോഴും ഇങ്ങനെ സ്റ്റഡി ഫോക്കസ് അല്ലല്ലോ വേണ്ടി, നമുക്ക് മെൻറ്റൽ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം ടു സ്റ്റഡി പ്രോപ്പർലി. സോ അത് അവർ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ക്യാരി ഓൺ ചെയ്യണം. ട്രൂലി സെയിങ് മെയിനായിട്ട് ഐ തിങ്ക് ഒരു സ്റ്റുഡൻറ്റിന് ജസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഐ തിങ്ക് ദ മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ലൈക്ക് ടു ബി വിത്ത് ദം, ലൈക്ക് ടു സപ്പോർട്ട് ദം. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഓരോ ഫാക്കൽറ്റീസ് ആർ റിയലി ഡൂയിങ് ടു അസ്. നമ്മൾ പേഴ്സണലി ആണെങ്കിലും നമുക്ക് ചില സമയത്ത് വി കം ഡൗൺ, ലൈക്ക് നമ്മളൊരു മോക്ക് എക്സാമിൽ മാർക്ക് പറഞ്ഞാൽ വി ഡെഫിനറ്റ്ലി ഫീൽ ലൈക്ക് വി കാൻ ഡു ദിസ്. പക്ഷേ ഇറ്റ് ഈസ് ദം ഹൂ ഹോൾഡ് ദ ഹാൻഡ്സ് ആൻഡ് ലൈക്ക് പുൾ അപ്പ് ടുഗദർ. സോ ഐ തിങ്ക് ബിക്കോസ് ഓഫ് ഫാക്കൽറ്റീസ് ദ മെയിൻ തിങ് ആൻഡ് ഓൾസോ ദ സർവീസസ്. ലൈക്ക് നമുക്ക് ടെക്നിക്കലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് അതും ഒരു വലിയൊരു പേടി ഉണ്ടായിരുന്നു അബൌട്ട് ദിസ് ടെക്നിക്കൽ ഇഷ്യൂസ്. പക്ഷേ നമുക്ക് എന്ത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും വി കോൺടാക്ട് ആ കോർഡിനേറ്റേഴ്സ് ആൻഡ് ദി വർ റിയലി ഹെൽപ്ഫുൾ. ലൈക്ക് ഓൺ ടൈം തന്നെ നമുക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ബിറ്റ്വീൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും ദി സ്റ്റിൽ ഇൻഫോം us ലൈക്ക് വി ആർ കറൻ്റ്ലി ഡൂയിങ് ദിസ്. അപ്പോൾ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. സോ ആസ് എൻ ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഐ റിയലി ഫീൽ കംഫർട്ടബിൾ ബീങ് ഇൻ ലക്ഷ്യ.